എന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ട ദിലീപിനോട് ഈ ഒരു ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി വരണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മറ്റൊന്നും ചിന്തിക്കാതെ അപ്പം തന്നെ അത് എഗ്രി ചെയ്യുകയും അങ്ങനെ അവിടെ എത്തിച്ചേരുകയും ചെയ്ത ശ്രീ ദിലീപ്, എൻ്റെ മറ്റ് മുഖ്യാതിഥികളെ, ഈ സിനിമയിൽ ഭീഷ്മർ എന്ന് പറയുന്ന ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരെ, മറ്റ് സഹൃദയ സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഇപ്പം പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്, തൽക്കാലം ഒന്നും പറയാനില്ലെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് എന്തൊക്കെയോ പറയാൻ വേണ്ടി നമ്പർ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് സമയം ചിലവാക്കുന്നില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയാം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പോൾ കൂടുതൽ പറയുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ തുടരുന്നില്ല. കാരണം മൈ ബോസ് എന്ന ചിത്രത്തിൽ പോലും ഈസ്റ്റ് കോസ്റ്റിന്റെ വലിയൊരു ബാനർ ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒരു മൊമെന്റിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഭീഷ്മർ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. അതോടൊപ്പം ഞാൻ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം, എനിക്കതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പല സിനിമകളിലൊന്നായ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് മൈ ബോസ്. ആ സിനിമ അത്രയും ഗംഭീരമാക്കിയത് ആ നിർമ്മാതാവിന് വലിയൊരു പങ്കുണ്ട്. കാരണം ആ സിനിമ ഒരുപാട് വേദികളിൽ, എനിക്കൊന്ന് പല ഫങ്ഷൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്ത സിനിമകളിലൊന്നാണ് മൈ ബോസ്. അത് ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ബാനർ ഉണ്ടായ കാലം മുതൽ ശരിക്കും മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കേണ്ട ഒരാളുടെ വിജയേട്ടൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് എന്ന് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ്. അതുപോലെ കലയോട് ഒരുപാട് സ്നേഹമുള്ള, കലാവാസനയുള്ള, കവിതകൾ രചിക്കുന്ന, ഞാൻ പലപ്പോഴും അത്ഭുതത്തോടുകൂടെ ഞാൻ ഇതിനു മുമ്പുള്ള വേദികളിലും വിജയേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിജയേട്ടൻ എന്നും യൗവനത്തിൽ പ്രണയത്തിൽ മുങ്ങി നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിൽ ഒരുപാട് പ്രണയമുള്ള അദ്ദേഹത്തിൻ്റെ വരികളിലാണെങ്കിലും ഒക്കെ. അപ്പം അദ്ദേഹത്തോട് ഒരുമിച്ച് ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് വിജയേട്ട നിങ്ങളൊരു സിനിമ വീണ്ടും നിർമ്മിക്കുന്നത് മൈ ബോസ് പോലെ, നമുക്ക് അതുപോലത്തെ ഒരു നല്ല കഥ നമ്മളിങ്ങനെ തേടുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് വരാനുള്ള കാരണം വിജയേട്ടൻ പറഞ്ഞത് മാത്രമല്ല, പിന്നെ ധ്യാനിനെയൊക്കെ അപൂർവമായിട്ടാണ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്. മുത്തിനെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നത്. വലിയ സന്തോഷം. എന്തായാലും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ആശംസകൾ നേരുന്നു. സിനിമ വലിയ വിജയമാവട്ടെ. ഈസ്റ്റ് കോസ്റ്റിന് വീണ്ടും വീണ്ടും മുന്നിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഊർജമാവട്ടെ, വലിയൊരു വിജയമാവട്ടെ. ഗോഡ് ബ്ലസ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ദിലീപേട്ട, ഞങ്ങളുടെ ആദ്യത്തെ പാട്ടിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കാനായിട്ട് ഞാൻ ഒന്ന് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യ ഗാനം നിങ്ങൾക്ക് മുന്നിൽ ഇനി അൺവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഈസ്റ്റ് കോസ്റ്റിന്റെ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ. ദിലീപേട്ട റെഡി? 3, 2, 1. ഞങ്ങളുടെ ആദ്യ പാട്ടാണ് ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ. ദിലീപേട്ട പോസ്. ഞങ്ങളുടെ ആദ്യ ഗാനമാണ്. യെസ്, ആദ്യ ഗാനത്തിന്റെ പോസ്റ്ററാണ് ഞങ്ങൾ ഇപ്പം പോസ് ചെയ്തിരിക്കുന്നത്. ദിലീപേട്ടൻ ഇനി സീറ്റഡ് ആയിട്ടായിരിക്കും ഞങ്ങൾ ഇത് ഫുള്ളി പാട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ ദിലീപേട്ടന് സീറ്റ് ചെന്നിരുന്നിട്ട് അത് കേൾക്കാൻ പറ്റും. അല്ല, ഇനി ഗാനം ഞങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ദിലീപേട്ടൻ സീറ്റഡ് ആയി കഴിഞ്ഞാൽ
ഹലോ നായകനാവുന്ന നമസ്കാരം. വിഷ്ണു നായകനാവുന്ന ഈ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമാകും തന്നെ അറിയുന്നു. സോറി, വിഷ്ണു ഉള്ളിലത് ഒന്നിക്കുന്ന ഈ സിനിമയിൽ ചെറിയ ഭാഗമാവാൻ കഴിയുന്നില്ല, അതിൽ തന്നെ ഉള്ള സന്തോഷം. കാരണം നായകനാണല്ലോ മെയിൻ. പിന്നെ സംസാരിക്കുക, നമ്മൾ പ്രിൻസിലൊക്കെ സംസാരിച്ചപ്പോൾ മെയിൻ ഞാനായിരുന്നില്ല, ഒറ്റ ദിവസം മെയിനാണ് സംസാരിക്കുക. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂൾ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 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 മാഷുണ്ടാവും. ഈ മാഷ് ആദ്യമൊക്കെ നമുക്ക് മാഷിന് അടുത്ത് പോകുമ്പോൾ ഒരു ടെൻഷനായിരിക്കും. കാരണം മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ മാഷിന് അടുക്കും തോറുമാണ് നമ്മൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഏതാ അതെ മാഷിനെ കുറിച്ച്. അപ്പോ നമ്മള് അടുക്കും തോറും മാഷിന്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷ്, കാരണം ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറെ എപ്പോഴും സ്കൂൾ സമയത്ത് നമ്മളെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ കളിച്ചു നടക്കും. കാരണം നമ്മള് ലിറ്ററലി കളിച്ചു നടക്കുകയായിരുന്നു. കളിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നീക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും, വാ പഠിക്ക് എന്ന് പറഞ്ഞിട്ട്. മറ്റേ മാഷ് നമുക്ക് പഠിപ്പിച്ച് ആ സമയം പിന്നെയും നമ്മൾ തിരിച്ചു പോയി കളിക്കും. മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഈ ഭീഷ്മരുടെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷിന്, വിജയനങ്ങളിന് നന്ദി, ഈ സിനിമയുടെ ഭാഗമാവാൻ ഞങ്ങളെ ക്ഷണിച്ചതിനും. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും. അത്രമാത്രം രസങ്ങളുണ്ട്. കാരണം രസങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാതെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പറയാനില്ല. ഞങ്ങളുടെ കൊള്ളരുതായ്മകളെയും ഞങ്ങളെ ഇതൊക്കെ ക്ഷമിക്കുകയും കുറച്ച് കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം തമാശ പറയുകയും നമ്മളെ ഒക്കെ അടുത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിജയനങ്ങൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ ഈ തമാശകളും ഈ രസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പഴയ പ്രിയദർശൻ അല്ലെങ്കിൽ പ്രിയനങ്ങളുടെയൊക്കെ സിനിമകൾ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. കാരണം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നടന്മാരുള്ള ഒരു സിനിമ, ഒരു വലിയ സിനിമയാണ്. ആ രസങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഹ്യൂമറുള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉള്ള ഒരു കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണിത്. അതില് ഇന്നത്തെ ദിവസം രഞ്ജിന്റെ ദിവസമാണ്. അപ്പോൾ മ്യൂസിക് ലോഞ്ച് എന്ന് പറയുമ്പോൾ രഞ്ജിൻ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം എന്റെ രഞ്ജിൻ 2 സിനിമയിൽ പാട്ട് പാടിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിൽ രഞ്ജിൻ എന്നെ ഒരു പാട്ട് പാടിപ്പിച്ചു. ഈ സിനിമയിലും ഞാനും വിഷ്ണുവും ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ വിഷ്ണു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവാണ് ആദ്യം രാവിലെ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ വിഷ്ണുവിന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ എന്തിനാണ് ഇവനിങ്ങനെ പാടുന്നത്, എന്ത് ബോറായിട്ടാണ് ഇവന് പാടുന്നത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പാടിയാൽ പോലായിരുന്നു ഈ പാട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പാടുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ എല്ലാം കറക്റ്റായി തോന്നി, ഞാൻ പാടിയാൽ മതി. ആ സമയത്ത് വിഷ്ണു മാറി നിന്നിട്ട് ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നതിന്റെ ഒരു വീഡിയോ വിഷ്ണു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂന്ന് പറഞ്ഞിട്ട് വിഷ്ണു എനിക്ക് കാണിച്ചത്. അതാണ് ഞാനിപ്പോ അലാമായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം വിഷ്ണു എത്രയോ വലിയ സിംഗറാണെന്നുള്ളത് ഞാൻ അവിടെ തിരിച്ചറിയുകയും അപ്പൊ ഞാൻ മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ രഞ്ജിന്റെ എന്തോ പ്രോഗ്രാമിങ്ങിന് ഓട്ടോ ട്യൂൺ എന്താ അതിന്റെ പേരെന്താ
എന്തോ ഒരു ടെക്നോളജി ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള മോശം തന്നെ ഉദ്ദേശിച്ചാണ് ആൾക്കാർ വരെ ആ പാട്ട് വരെ നിങ്ങൾ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യില്ല. ഞങ്ങൾ പാടിയ പാട്ട് ഉണ്ടല്ലോ. അപ്പൊ അങ്ങള് പറഞ്ഞത് മനോഹരമായി പാടിയെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഏതാ അത് പഠിക്കൂ സമയം എല്ലാരും പോയിട്ട് ഇവിടെ പാടിക്കോ. അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള അവസരം തന്ന രഞ്ജിൻ, ആദ്യം തന്നെ എവിടെയാണ് രഞ്ജിൻ കാണാൻ പോയത്? രഞ്ജിൻ, നന്ദി, സ്നേഹം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ സിനിമ മാർച്ച് 20-20 തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തമാശകളും ഈ പറഞ്ഞ രസങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഫൺ ഫാമിലി വാച്ച്, ഒരു കംഫർട്ട് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഇതിനു മുൻപ് കള്ളനും ഭഗവതി എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് നേരത്തെ ഈ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചേട്ടാ ഫസ്റ്റ് തന്നെ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടാ സ്ക്രിപ്റ്റ് എന്തായി, കഴിയുമ്പോൾ തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പുള്ളി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പറഞ്ഞിങ്ങനെ. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പിന്നെ തുടങ്ങാൻ തൊട്ടുമ്പോൾ തന്നു കേട്ടോ. ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പിയായി. അപ്പോൾ അത്ര ഡിലേ ആവാൻ കാര്യം എന്താണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ധ്യാനിൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ച് ധ്യാനം സ്ക്രിപ്റ്റ് ഞാൻ അയക്കാമെന്ന് സാറ് പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റോ അങ്കിൾ പറയുന്നു ഞാൻ ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മളെ ബന്ധം വെച്ചിട്ട് അതല്ലേ അത്. അതെ, സത്യമാണ്. അതെ അതെ അതെ. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? അഭിനയത്തിന്റെ കാര്യത്തിൽ കണ്ടില്ലേ? അത് പടം അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരം പുള്ളിയുടെ ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം പറഞ്ഞു. പുള്ളി ആൾക്കാർ അധികകാലം ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് നീ അധികകാലം പോകാതിരിക്കണം. അല്ല, അപ്പൊ പുള്ളി സ്ഥിരം വിജയേട്ടന്റെ പടത്തിലെ ഒരാളാവാൻ വേണ്ടി ഞാനായിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്ലാനിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരുടെയും വൈബ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ലൊക്കേഷനിൽ ഇത്ര എൻജോയ് ചെയ്ത് വേറൊരു ലൊക്കേഷൻ ഇല്ല. അത്ര രസകരമായിരുന്നു. അതിനൊക്കെ ഞങ്ങളുടെ മാഷിനെ പോലെ പ്രിൻസിപ്പളിനെ പോലെ വിജയേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ചെറിയ വേഷം അങ്ങനെയൊന്നും അല്ല. ഇതിൽ നായകൻ ആരാന്നുള്ളതിൽ ഞങ്ങൾ തമ്മിൽ വേറെ തർക്കമൊന്നുമില്ല. ഉണ്ണിലാലുവാണെന്നാണ് ഉണ്ണിലാലിനെ അവകാശപ്പെടുന്നത്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ മാഷ് തന്നെയാണ്. എന്റെ ഡ്രസ്സും ഉണ്ണിലാലിന്റെ വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഇതിൽ നായകൻ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭീഷ്മർ 20-ാം തീയതി വരുമ്പോൾ തീർച്ചയായും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നല്ല രസമുള്ള ചിരിക്കാനൊക്കെയുള്ള ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഭീഷ്മറിന് കംപ്ലീറ്റ് രീതിയിലുള്ള സക്സസും നേർന്നുകൊണ്ട് രണ്ടുപേരെയും സീറ്റിലേക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. പ്രായം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് പ്രായം കുറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരുപാട് വേദികൾ, ഏറ്റവും നല്ല പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ സ്റ്റേജുകളിൽ ഒന്ന് കയറണമെന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു വേദിയിൽ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സിനിമയിലാണ് എൻ്റെ ഒരു ആഗ്രഹം. വളരെ ഈ സിനിമയിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ധ്യാനം, വിഷ്ണു, അഖിലും, ഉണ്ണിയും, വിനുവും ജീവനൊക്കെ കൂടെയുള്ള ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാകും. ആ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും രസകരമായ മുഹൂർത്തങ്ങൾ
സിനിമയിൽ ഉടനീളം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ശരിക്കും ഒരു ഫൺ മൊമെന്റിലുള്ള ഏറ്റവും രസകരമായ രീതിയിലുള്ള സിനിമ തന്നെയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇനിയും പാട്ടുകൾ കേൾക്കാറുണ്ട്. വലിയ സന്തോഷം. താങ്ക് യു സാർ. വിജയ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. യെസ് അഖിൽ. ഒരുപാട് സന്തോഷം. ഈസ്റ്റ് കോസ്റ്റിന്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. 10-30 ദിവസം ഞാനും നമ്മളെല്ലാവരും കൂടെ ഒരു ടെൻഷനും ഇല്ലാതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മുടെ ആ ലൊക്കേഷനിൽ കയറാനായിട്ടായിരുന്നു. ഭയങ്കര എന്താണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ധ്യാനൊക്കെ ആയിട്ട് അത്രയും കമ്പനിയായി രാവിലെ എല്ലാവരും സെറ്റ് വന്നതായാലും ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ തന്നൊരു സിനിമയായിരുന്നു ഭീഷ്മർ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അടുത്ത നായകൻ ഉണ്ണിലാലോചിട്ടുണ്ട് വന്ന് സംസാരിക്കും. നമസ്കാരം. സത്യം പറഞ്ഞ നായകൻ ഞാനൊന്നുമില്ല, ധ്യാൻ ചേട്ടനും വിഷ്ണുവിനാണ് മെയിൻ നായകന്മാര്. പിന്നെ ഈ കോസ്റ്റ്യൂം ഇട്ടത് കൊളാബിട്ട് നമ്മളാണ് കോസ്റ്റ്യൂം ഇട്ട് വന്നേക്കണേ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ ഭയങ്കര ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫുൾ ടൈം നമ്മൾ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ വിജയേട്ടൻ ഞങ്ങളെ സ്വന്തം പിള്ളേരെ പോലെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്തായിരുന്നു എല്ലാ രീതിയിലും. അപ്പം കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ക്രൂവിന്റെ കൂടെ ഞാനൊരു പടം ചെയ്യുന്നത്. ഇപ്പൊ സെറ്റിലാണ് ഒരുപാട് പേരുണ്ട്, സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ട്. സോ ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു എന്റർടൈനിങ് സിനിമയായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ധ്യാൻ ചേട്ടൻ്റെ ഒരു കിലൻ പെർഫോമൻസ് ഈ പടത്തിലുണ്ട്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. ഉണ്ട് എനിക്ക് അറിയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പടം എല്ലാവരും കാണണം. മാർച്ച് 20 അല്ലേ? മാർച്ച് റിലീസ്. എല്ലാവരും കാണണം. താങ്ക് യു. അത് നമ്മുടെ ജിബിൻ ചേട്ടൻ. നമസ്കാരം. ജിം സാറിൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ ചിത്തിനി എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വളരെ രസകരമായിട്ട് കുറേ ദിവസങ്ങൾ അല്ലേ, നല്ല രസമായിട്ട് ഒരു സിനിമയാണ്. തിയേറ്ററിൽ എനിക്കും സിനിമയിലെ പോലെ നിങ്ങൾക്ക് മേക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് റിലീസ് ചെയ്താലും നല്ല ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി പരിപാടികളിലൂടെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു വിജയമാവും പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഭീഷ്മർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഇവിടെ നിൽക്കാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിരുന്നു സെറ്റിൽ. പ്രത്യേകിച്ച് എല്ലാ ദിവസവും ധ്യാൻ ശ്രീനിവാസൻ എല്ലാവർക്കും ബിരിയാണിയൊക്കെ മേടിച്ചു തരുന്നു, കുറേ ഫുഡ് മേടിച്ചു തന്നു. അങ്ങനെ എന്താ ചീട്ടുകളി പരിപാടിയൊക്കെ ആയിട്ട് ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. ഷൂട്ടിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ എന്നെ ഫസ്റ്റ് ഡേയിൽ എൻ്റെ തലക്കടിക്കുന്ന ഒരു സീനാണ് എൻ്റെ തുടങ്ങാൻ ഞാൻ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ശരി 3 ദിവസം കഴിഞ്ഞിട്ടാണ് തലക്കടിച്ചത്. അപ്പോൾ 3 ദിവസവും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വിഷ്ണു കൊണ്ട് പേടിപ്പിക്കും, എടാ നിന്റെ തലക്കടി ശരിയായില്ലെങ്കിൽ സാറന്ന് തന്നെ പിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ടെൻഷനാണ്. ഭാഗ്യത്തിന് തലക്കടി നല്ല രീതിയിൽ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ കുറെ അഭിനയിച്ച് പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ ഡബൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വീട്ടിലേക്കുമ്പോൾ എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഈ സിനിമയിൽ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടണം, ഒരു പാട്ട് പാടണം. വേറെ ആരോ ഒന്ന് പാടി അത് ശരിയായില്ലെന്നല്ല, അലമ്പാക്കി പാടാൻ ഒരാൾ വേണം. അപ്പോൾ ഈ പാട്ട് ഒന്ന് അലമ്പാക്കി തരുമെന്ന് പറഞ്ഞു. എന്തോ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ പാട്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ആ പാട്ട് പാടി. അത് കുഴപ്പമില്ലാത്ത അലമ്പായി എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ സിനിമ പാട്ട് പാടി അലമ്പ് പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. മാർച്ച് 20 ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. താങ്ക് യു. വിജയന്റെ ഈ സിനിമയിൽ ഞാനില്ല. സിനിമ പല കാരണങ്ങൾ കൊണ്ടും സിനിമ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സങ്കടം. കാരണം 2-3 ദിവസം റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാഷായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പകരം അഭിനയിച്ചത് ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇടിക്കാൻ തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിലൂടെ അതങ്ങ് അവസാനിക്കട്ടെ. കാരണം വിജയന്റെ പടം ഇഷ്ടപ്പെടുവാണ് പ്രശ്നം. കാരണം വിജയൻ 2 പടം അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്.
അപ്പം നമ്മൾ പണ്ടുപോലെ കേൾക്കുന്നതാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ നിന്നു. എനിക്ക് തോന്നുന്നു എന്നാ പറയുക, ഇത്രയും ഒരു സ്നേഹവും സുരക്ഷിതത്വവും സഹിഷ്ണുതയും ഉണ്ട് മനുഷ്യൻ. നമുക്ക് ഭയങ്കര ഒരു ഇപ്പം മാഷിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ എത്രയോ കാലം മുമ്പ് ഈസ്റ്റ് കോസ്റ്റിന്റെ ഗാനങ്ങൾ, ഈസ്റ്റ് കോസ്റ്റിന്റെ ഷോസ് എല്ലാം പോലെ നമ്മൾ കേട്ട ആ മനുഷ്യന്റെ കൂടെ അദ്ദേഹത്തിന്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമായ, അദ്ദേഹത്തിന് ഇഷ്ടമായ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയും. എനിക്ക് വളരെയധികം വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണ അഭിനയിക്കാത്ത പടത്തിന്റെ ഫംഗ്ഷനൊക്കെ പോകണം അവിടെ വരെ എന്ന് പറയും. പക്ഷെ വിജയേട്ടൻ ഇനി വിളിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള വലിയ ഫംഗ്ഷൻ വിളിച്ചാലും നമ്മൾ വന്നു പോകും. കാരണം അതാണ് വിജയേട്ടൻ്റെ ഒരു ബോണ്ടിങ്, ഒരു എന്നാ പറയേണ്ട ഒരു സ്നേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഭീഷ്മർക്കൻ്റെ എല്ലാവരുടെ ആശംസകളും ഒരു വലിയ വിജയമാവട്ടെ. എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്നും ചുറ്റുപാടുള്ളവരിൽ നിന്നും അറിഞ്ഞതനുസരിച്ചിട്ട് പടം വളരെ രസകരമായ നല്ല തമാശകളുള്ള നല്ല സിനിമയായിട്ടാണ് പാട്ടെന്ന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ധ്യാൻ്റെ ആ എക്സ്പ്രഷൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ധ്യാൻ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ. ഫ്രഷാണ്, ദിലീപ് പോലും അന്തപ്പെട്ടു പോയി. ഈ വെപ്പ പഠിച്ചതേ അപ്പൊ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പാട്ടുകൾ വളരെ നല്ല ലൈൻസ് ആണെങ്കിലും ഇതിൻ്റെ നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഇഷ്ടം തോന്നും. ഇനി നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു വലിയ വിജയമാവട്ടെ. എനിക്കൊന്നു വിജയേട്ടന്റെ ആരോഗ്യത്തിന്റെ ചെറുപ്പത്തിന്റെ രഹസ്യം സംവിധാനം ചെയ്യുന്നതാണ് തോന്നുന്നു. അത് എല്ലാ സിനിമാ പ്രവർത്തകർക്കും അങ്ങനെയാണ്. കാരണം കണ്ണിലെ കിടക്കാണെങ്കിലും ഒരു പടം കിട്ടിയാൽ നമ്മൾ എനർജറ്റിക് ആവും. വിജയേട്ടന്റെ ആരോഗ്യത്തിന്റെ സാധാരണ ഇപ്പൊ എത്രയും പെട്ടെന്ന് വിജയേട്ടൻ അടുത്ത സിനിമയിൽ സംവിധാനം ചെയ്യട്ടെ. ഇനി എന്ത് വന്നാലും ഞാൻ അടുത്ത സിനിമയിൽ ഉണ്ടാവും. എന്റെ റോൾ എടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. അപ്പൊ ഒരിക്കൽ കൂടി ഭീഷ്മർക്ക് വിജയേട്ടന് എല്ലാവിധ നന്മകളും നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നപ്പോൾ ലേറ്റായി. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. മറ്റേ വന്ദേ ഭാരതിൽ വന്നിറങ്ങി ഇവിടെ എത്തിയപ്പോൾ താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി പാട്ട് കാണാൻ പറ്റില്ല. ഈ പാട്ട് കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി അടുത്ത പാടലും തുടങ്ങി അല്ലേ? കൊള്ളാം, നല്ല പരിപാടി. ഉണ്ണികൃഷ്ണൻ നന്നായ രീതിയിൽ പാട്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിജയേട്ടന് ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ കൊല്ലമായിട്ടുള്ളത്. എനിക്കൊന്നൊരു 30-35 കൊല്ലത്തെ പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അദ്ദേഹം ഈസ്റ്റ് കോസ്റ്റ് അവിടുത്തെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയം പോലുള്ള ബന്ധമാണ്. അപ്പം വിജയേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ഇതിനു വേണ്ടിയിട്ട് വന്നത്. ഞാൻ രാകേഷിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് വരികയായിരുന്നു. എന്തായാലും ഇതൊരു നല്ലൊരു എൻ്റർടൈനറാണെന്ന് ഉള്ള ഒരു ഫ്ലേവർ അതിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഗംഭീര ഹിറ്റാവട്ടെ. വിജയേട്ടൻ്റെ ഡയറക്ഷൻ കുറേ പടങ്ങളായി, അപ്പം എല്ലാ പടങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് വിജയേട്ടൻ ചെയ്യുന്നത്. എന്തായാലും ഇത് നല്ലൊരു എൻ്റർടൈനർ ആവട്ടെ. എല്ലാ വിജയവും ആശംസിക്കുന്നു എല്ലാവർക്കും. നിങ്ങളുടെ എല്ലാ ഹോൾ ടീമിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നിരവധി വർഷങ്ങളായിട്ട് സംഗീത രംഗത്തും സിനിമാ രംഗത്തും നിൽക്കുന്ന ആളാണ് വിജയേട്ടൻ. അദ്ദേഹം 4-5 സിനിമയായി സംവിധാനം ചെയ്യുന്നു. ഭീഷ്മർ എന്ന ആ പേര് പോലെ തന്നെ ശക്തവും ആയ ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ സോങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. 6:30 മണിക്ക് തന്നെ എത്തണമെന്ന് വിചാരിച്ചതാണ്. സുരേഷ് ചേട്ടനും രാജേഷ് ചേട്ടനും വരാൻ ഡേറ്റ് ആയതുകൊണ്ടാണ് മുമ്പ് ഡേറ്റ് ആയത്. എന്തായാലും സാധാരണ വിജയൻ ചേട്ടൻ്റെ സിനിമയുടെ എല്ലാ സിനിമകളും അതിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരിക്കും. അപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായി അതിൽ അഭിനയിക്കുന്നവരൊക്കെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല സിനിമ. ഈ അടുത്ത കാലങ്ങളിലായിട്ട് സിനിമാ തിയേറ്ററിലൊക്കെ കളക്ഷൻ തീരെ മോശമാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമയെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇത് ഏറ്റെടുക്കട്ടെ, ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും പോലെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു ചൈൽഡ്ഹുഡ് തന്നെയാണ് ഞാൻ പറയാറുണ്ട് സാറിനെ കൊണ്ട്. ഇങ്ങനെ കിളിയുടെ എന്ന സോങ് ഞാൻ പല വേദികളിലും കോമ്പറ്റീഷനൊക്കെ പാടിയിട്ടുണ്ട് പണ്ട് ലൈറ്റ് മ്യൂസിക് പാടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലം തൊട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് പാടി തുടങ്ങുന്ന സമയം തൊട്ട് പാടാറുള്ള പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ പല പാട്ടുകളുണ്ട്. അപ്പോൾ ആ ചെറുപ്പം തൊട്ട് തന്നെ മ്യൂസിക്കിന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഓഡിയോ കമ്പനി എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പടം ചെയ്യാൻ പറ്റുന്നോ സിനിമ ചെയ്യാൻ പറ്റും ചിന്തിച്ചിട്ടില്ല.
ഇന്ന് സാറും സംവിധാനം ചെയ്ത അല്ലെങ്കിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത 3 സിനിമകൾ കണ്ടിന്യൂസ്ലി എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റി. കള്ളനും ഭഗവതിയും ചിത്തിനി ആൻഡ് ദിസ് വൺ ഭീഷ്മർ. 3നും മ്യൂസിക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനം പറഞ്ഞാൽ സാറ് കണ്ടിന്യൂസ്ലി 3 പടത്തിൽ വെക്കണമെങ്കിൽ എന്തായാലും സാറിന് അത്രയും മ്യൂസിക് സയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി, സാറിന് അത് ഇഷ്ടപ്പെടാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നും കൂടെ ഞാൻ വളരെ അഭിമാനത്തോടെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഊർജവും മുന്നോട്ടുള്ള എൻ്റെ ജേണിയിൽ ഒരുപാട് ഒരു മോട്ടിവേഷനും ഒക്കെയാണ് സാറിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ സാർ അപ്പോൾ ധ്യാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ സാർ ഇപ്പോൾ മാഷ് എന്ന പ്രിൻസിപ്പൾ വാട്ട് എന്നെ ഡിസിപ്ലിൻ ഇപ്പോഴും സാറ് ഞാൻ ഡിസിപ്ലിൻഡ് അല്ല എന്ന് പറയുന്ന ആളാണ് എൻ്റെ ടൈമിംഗ് ഒക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതിൽ ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് സാറ് വലിയൊരു പാർട്ടാണ് അതിൽ. കാരണം സാർ അത്രയധികം നമ്മൾ പഠിപ്പിക്കും, സമയത്തിന് എത്തുക, സമയത്തിന് തീർക്കുക, സമയത്തിന് പാട്ട് കമ്പോസ് ചെയ്തെടുക്കുക, BGM ആണെങ്കിലും. ഈ പടം എന്ന് പറയുന്നത് ഭീഷ്മർ മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണ്. ഇപ്പോൾ കേട്ട ഈ 2 പാട്ടുകൾ കൂടാതെ ഇനിയും പാട്ടുകളുണ്ട്. പിന്നെ അതിനും അപ്പുറം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അത്യാവശ്യം വളരെ സ്പേസ് ഉള്ളൊരു മൂവിയായിരുന്നു. കാരണം സ്കോർ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കണം, വളരെ ഡൈനാമിക്സ് ഇങ്ങനെ മാറി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പടമാണ്. എൻ്റെ കൂടെ ഒരു നല്ലൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പലരും എല്ലാവരും വിളിച്ചിരുന്നു, പലരും എത്തിയിരുന്നു. ഗ്ലാഡി എത്തിയിട്ടുണ്ട്. ഗ്ലാഡി എൻ്റെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തു ഈ പടത്തിൽ. എബി ഉണ്ടായിരുന്നു, എബി ടോം സിരിയക്, മിഥുനാനന്ദ് മിക്സിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സഞ്ജിത്ത് വന്നിട്ടുണ്ട്. ഒക്കെ എൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് എൻ്റെ ടെക്നിക്കൽ ടീമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാത്തിലുപരി ഹരിനാരായണൻ ചേട്ടൻ, എനിക്ക് തോന്നുന്നു സാറുടെ ഫിലിമിൽ ആദ്യമായിട്ടാണ് ഹരിയേട്ടൻ എഴുതുന്നത്. ഇതിനു മുന്നേ സന്തോഷേട്ടനാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറുടെ അടുത്തേക്ക് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതും ഒരു സൗഹൃദം ഉണ്ടാക്കുന്നതും മ്യൂസിക്കൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തതിന് ഒരു കാരണം സന്തോഷേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാറായിട്ട്. പിന്നെ ഹരിയേട്ടന്റെ കൂടെ ഈ പടത്തിൽ 2 പാട്ടിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് പ്രാവി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ട സോങ്, അത് പാടിയത് വിനീതേട്ടനും അനില രാജീവുമാണ്. ഇനി ഒരു സോങ് ഇത്തിരി പോന്നൊരു എന്ന് പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു സോങ് ഉണ്ട്. അത് വാലന്റൈൻസ് ഡേയിലേക്ക് ഞങ്ങൾ അതിന്റെ ചെറിയൊരു ടീസർ പോലെ ആ സോങ് ടീസർ വിട്ടിട്ടുണ്ടായിരുന്നു. അത് പാടിയതും അനിലയാണ്. അനില എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനില ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ട തുടരും പോലെയുള്ള പടത്തിലെ പേമാരി പോലെയുള്ള സോങ്ങും ദുപ്പട്ട വാലി പോലെയുള്ള സോങ്ങും അല്ലെങ്കിൽ കിളിയെ ഏറാമിലെ കിളിയെ എന്ന് പറഞ്ഞ സോങ് ഒക്കെ അനില പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എല്ലാവർക്കും അറിയും അനിലയാണ് പാടിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനിലയുടെ വോയിസിന്റെ ഒരു റേഞ്ചിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ശബ്ദം, അറ്റ് ദ സെയിം ടൈം അതേ ഒക്ടേവിന്റെ ഹൈ ഈക്വലി സെയിം ക്വാളിറ്റിയിൽ പാടാൻ പറ്റുന്ന ഒരു ഗായികയാണ് അനില. അതാണ് അനില ഈ സിനിമയിലെ പാട്ടുകളിൽ വരാനുള്ള കാരണം. അതുപോലെ വിനീതേട്ടൻ, ധ്യാൻ ചേട്ടൻ പാടി. താങ്ക് യു, നിങ്ങൾ എല്ലാവരും ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സോ മച്ച് വിഷ്ണു, എവ്രിവൺ. ഞാൻ ഹരിയേട്ടന്റെ കൊടുക്കുകയാണ്. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ ഈസ്റ്റോസിന്റെ വർക്കുകൾ ഒരുപാട് കാലമായിട്ട് തുടർച്ചയായിട്ട് കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സിനിമയിലും അങ്ങനെ 2 ഗാനങ്ങൾ എഴുതി. ഇപ്പോൾ തൊട്ട് മുൻപ് കേട്ട കാട്ടുപുലി എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര രസകരമായ സംഭവമാണ്. ഈ പാട്ട് റെഡിയാവാൻ വിജയൻ സാറെ വിളിച്ചിട്ട് രഞ്ജിനൊന്ന് ചൂടുള്ള പറയും, രഞ്ജിൻ ചൂടില്ല, എന്നോട് എഴുതാൻ പറയും, ഞാൻ എഴുതില്ല, നീ ആദ്യം ചൂട്, ഞാൻ 2ാമത് എഴുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉഴപ്പി അവസാനം ഒരു ദിവസം ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ പെട്ടെന്ന് ഞാൻ എഴുതിയ ശേഷം ആണ് രഞ്ജിൻ ഈ പാട്ട് ട്യൂൺ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഭയങ്കര രസകരമായിട്ട് എഴുതാൻ പറ്റിയൊരു പാട്ടായിരുന്നു ഈ പാട്ട്. അപ്പൊ അതിനേക്കാൾ ഉപരി എന്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളത്തില് ഒരുപാട് താരങ്ങൾ എന്റെ പാട്ട് പാടി. അത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ എണ്ണമറ്റ ഈ താരങ്ങൾ ഒരുപാട് പാടിയിട്ടുള്ള എന്റെ വരികളാണ്. അറിയില്ലേ ഇവിടെ നീ പാടും ഇല്ല ഞാൻ ഇല്ല. അത് ഒരുപാട് പേര് പാടി. ഈ പടത്തില് ഒരു കൂട്ടം താരങ്ങൾ ഒരുമിച്ച് പാടി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് സംസാരിപ്പിച്ച് ദീർഘിപ്പിക്കുന്നില്ല. സിനിമ തീർച്ചയായിട്ടും ഹിറ്റാവും, പാട്ടുകളും എല്ലാം ഹിറ്റാവും, എല്ലാം വളരെ നന്നായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് പാട്ട് എഴുതുന്നത് എങ്കിലും
ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതിയത് ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു ആൽബത്തിൽ. അങ്ങനെയാണ് പാട്ടെഴുത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ട്. 2 പാട്ടുകൾ ഇതിൽ ചെയ്യാൻ പറ്റി. രഞ്ജിൻ്റെ മ്യൂസിക്കിൽ വിജയൻ സാറിൻ്റെ നിർദ്ദേശത്തിൽ 2 പാട്ട് ചെയ്യാൻ പറ്റി. നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഭീഷ്മരും നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പാട്ടുകളും സിനിമയും ഒരുപോലെ സ്വീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും. വളരെ സന്തോഷം. ഒരുപാട് വർഷങ്ങളായി, കാൽനൂറ്റാണ്ട് കാലമായി ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഒത്തിരി പാട്ടുകൾ എൻ്റെത് ചെയ്തിട്ടുണ്ട് വിശ്വാസത്തിൽ. ഗംഭീരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കമ്പനി കൊണ്ട് എൻ്റെ പാട്ടുകൾ മിതാദ് സന്ധ്യ എന്ന പേരിൽ വിദേശത്ത് പരിപാടി കൂടി ആ ആൽബത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മലയാളത്തിലെ ആദ്യത്തെ മ്യൂസിക് ആൽബം എന്നുള്ള നിലയിലാണ് മിതാദ് ഇറക്കിയത്. ഇന്നിപ്പോൾ മൂവിയിലേക്ക് എൻ്റെ പാട്ടെടുത്തതിൽ വളരെയധികം സന്തോഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വിജയൻ സർ ആൻഡ് രഞ്ജിൻ ചേട്ടാ. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്, നൊസ്റ്റാൾജിയാണ്. സോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും പ്ലേലിസ്റ്റിലുള്ള ഒരുപാട് പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഉണ്ട്. സോ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സോങ്, അതും ഇരട്ടി മധുരം എന്ന് പറയാം, 2 സോങ്സ് പാടാൻ അവസരമുണ്ടായി ഭീഷ്മർ എന്ന ഈ സിനിമയിൽ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ ചേട്ടനോടാണ്. നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡീസ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ള ഒരാളാണ്. സോ ഈ പാട്ടുകൾ ഞാൻ പാടിയത് എന്തെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും രഞ്ജിൻ ചേട്ടനാണ്. അദ്ദേഹം തന്നെ വളരെ നല്ലൊരു സിംഗറാണ്. സോ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രഞ്ജിൻ ചേട്ടൻ. താങ്ക് യു സോ മച്ച്. ആൻഡ് വിജയൻ സാർ ആണെങ്കിലും പാടുന്ന ടൈമിലും റെക്കോർഡിംഗ് ടൈമിലും ഒക്കെ വിജയൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻപുട്സും എക്സ്പ്രഷൻ വൈസും ഓരോന്ന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വേദിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്റ്റാർ സ്ട്രക്ക് എന്ന് തന്നെ പറയാം. എല്ലാവരെയും കണ്ടതിൽ, എൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭീഷ്മർ ഒരു വലിയ ഹിറ്റ് തന്നെ ആവട്ടെ. പാട്ടുകളും എല്ലാവരും കേൾക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രഞ്ജിൻ ഇത് ട്രാക്ക് പാടിയ ചോയ്സ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് വെച്ചതാണ്. രഞ്ജിന്റെ എന്റെയാണ് തീരുമാനം. തീർച്ചയായിട്ടും അനില രഞ്ജിൻ ഇത് ട്രാക്ക് പാടിയ ഒരാഴ്ച ചോയ്സ് ആയിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് മറ്റേ പാട്ട് വേറൊരാളെ പാടിക്കാതിരുന്നത് പോലും നിങ്ങൾക്ക് തന്നെ അത്രയും എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്. താങ്ക് യു സോ മച്ച് സർ. പ്ലീസ് മൈക്ക് ധ്യാൻ ശ്രീനിവാസൻ മൈക്ക്, കോറസിന് മൈക്ക്. ലീഡ് സിംഗേഴ്സ് ഫ്രണ്ടിൽ നിൽക്കൂ. ലീഡ് സിംഗേഴ്സ് ഫ്രണ്ടിൽ. ഓക്കേ വിജയൻ സർ ലൈവ് ആയിട്ട് ഇത് ചെയ്യാൻ പോകുന്ന രഞ്ജിനി കൂടി വേണം. രഞ്ജിൻ കൂടി വേണം എന്ന് പറയുന്നു. എന്നിട്ട് രഞ്ജിന്റെ മൈക്ക് മാത്രം പാടിയിരുന്നു. നിങ്ങൾ കോറസ് ഇച്ചിരി ലീഡ് സിംഗേഴ്സ് മുന്നിൽ നിൽക്കണം. ഓക്കെ, ലിറിക്സ് തരാനായിട്ട് സാർ വിളിക്കുന്നു. തെറ്റിക്കരുത് മാക്സിമം. ശരിക്കും വിനീത് ശ്രീനിവാസൻ ഒരു പാഴയാവുമോ? ധ്യാൻ ശ്രീനിവാസൻ എന്ന ഈ ഗായകൻ നല്ലൊരു പാരയാവോ? കാരണം നിങ്ങൾ സിംഗിങ്ങിലേക്കും കൂടെ കാർഡെടുത്ത് വെക്കുന്നു. നിങ്ങൾ എന്തോ കൽപ്പിച്ചിട്ടാണ്, എന്തോ നിങ്ങൾ കരുതിയിട്ടുണ്ട്, എനിക്ക് കാണാം. ഓക്കെ, അല്ല ഇനി പറ ദിലീപ് ഏട്ടാ, വിജയൻ സർ ഈ സിനിമയിൽ തന്നെ വിനീത് ശ്രീനിവാസൻ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്, ധ്യാൻ ശ്രീനിവാസന്റെ മറ്റൊരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണ് മികച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടോ? ഒരു പാരയാവോ എന്റെ വിനീതേട്ടന്? പക്ഷേ രസമായിരുന്നു ലൈവായിട്ട്. ഞാൻ പ്രതീക്ഷയിനെക്കാളും വളരെ മുകളിലായിട്ട് അടിപൊളിയായിട്ട്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, സൂപ്പർ. ഒരു വലിയ കൈയടി കൊടുക്കാം.
ഞങ്ങളുടെ കാട്ടുപുലി എന്ന് തുടങ്ങുന്ന വിജയൻ സാർ ആണ് ഇനി ബാക്കി. സാർ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. പാട്ട് എങ്ങനെയായിരുന്നു എന്ന് ധ്യാൻ ശ്രീനിവാസൻ ചോദിക്കുന്നു. ഇവര് പാടിയത് സാറാണ് കമന്റ് ചെയ്യേണ്ടത്. അതിമനോഹരം. താങ്ക് യു. ഒന്നുകൂടെ ശരിയാക്കാണെങ്കിൽ സാർ പറയണം. താങ്ക് യു ബോയ്സ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, വിജയേട്ടനായിട്ടുള്ള ബന്ധം മേഘം സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ട് കണ്ടതിന് ശേഷം പലപ്പോഴും അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡയറക്ടറായി എന്നുള്ളതിൻ്റെ കൊണ്ട് സൈഡിൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പോകാനും പറ്റിയില്ല. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നതിനോട് കൊണ്ട് പറയുന്നവരെല്ലാം ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചാൽ പിന്നെ എല്ലാ സിനിമയിലും ഉണ്ടാവുന്നത്. അതുകൊണ്ട് അടുത്ത സിനിമയിൽ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് വന്നോളാം, ജോണി ആന്റണി പോലെ തന്നെ. താങ്ക് യു വിജയേട്ട. ആൻഡ് ഐ വിഷ് the entire musical team, it was a fantastic tribute, and plus all these artists, എല്ലാവരെയും കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്. സീംസ് ടു ബി അല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഒരു പ്രിയനങ്ങളുടെ ടച്ച് എന്ന് പറഞ്ഞ പോലെ ആ ഒരു കോമഡി ലൈനായിട്ടാണ് എനിക്ക് അതിൻ്റെ കളർ തോന്നുന്നത് പ്രിയട്ടുണ്ട്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്, entire East Coast team and the actors, technicians, musicians, you. Thank you so much. God bless you all. Thank you. Jack. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇതേ വേദിയിൽ വിജയൻ സാറിന്റെ മറ്റൊരു ഫംഗ്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഈസ്റ്റ് കോസ്റ്റ് ആൽബം പോലെ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട ഒരു കൗമാര കോളേജ് കാലഘട്ടം തന്നെയായിരുന്നു എൻ്റേതും. അവിടെ നിന്ന് ജീവിതത്തിന്റെ മനോഹാരിത പോലെ തന്നെ സിനിമയുടെ വലിയ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇവരെല്ലാവരും ബഹുമാനപൂർവ്വം പ്രിൻസിപ്പൽ എന്നൊക്കെ വിളിക്കുന്ന അതേ ബഹുമാനത്തോടെ അതേ പേടിയോടെ കാണുന്ന വിജയൻ സാറിന്റെ ഒരു ഇൻവൈറ്റ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. പിന്നെ ഇന്ന് ഗാനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ എക്സ്ട്രീമിൽ നിൽക്കുന്ന 3 ഗാനങ്ങൾ കാണാൻ സാധിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും സ്റ്റേജ് ഷോസിനിടെയും എല്ലാം ഈ ഗാനങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. ഭീഷ്മർ എന്ന ചിത്രത്തിനും വിജയൻ സാറിനും പ്രിയപ്പെട്ട രഞ്ജിനും ധ്യാൻ, ഉണ്ണിലാലു, ജിവിചേട്ടൻ, വിഷ്ണു ഉൾപ്പെടെയുള്ള ഫുൾ ടീമിനും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ വിജയത്തിലേക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാവട്ടെ. അതേ ഒരു കൗമാരക്കാരിയുടെ കൗതുകത്തോടു കൂടി തിയേറ്ററിൽ ഒരു ഈസ്റ്റ് കോസ്റ്റ് വിജയ് മാജിക് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു. യെസ് മാനസ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മളിപ്പോൾ എന്താ ഇംഗ്ലീഷിൽ ഇപ്പോൾ ജസ്റ്റിൻ ബീബറിനോ അല്ലെങ്കിൽ ടൈലർ സ്വിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മ്യൂസിക് ആൽബംസിന് അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുള്ള ഒരു പേരാണ്. എൻ്റെ കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസും ആർ റിലേറ്റഡ് ടു ഈസ്റ്റ് കോസ്റ്റിൻ്റെ കുറേ മ്യൂസിക്സ്. അപ്പോൾ ഇന്നിവിടെ പാർട്ടാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് വിഷിംഗ് ദി ടീം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ പാട്ടുകളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അത്രയധികം സ്വാധീനം ചെലുത്തിയതാണ്. തീർച്ചയായിട്ടും വിജയൻ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത്, നല്ലൊരു വേഷം തന്നതിലും, അത് പ്രത്യേകിച്ച് കൊല്ലാത്ത വേഷമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയിൽ മരിക്കുന്നില്ല, അതുകൊണ്ട് അത് വലിയൊരു ആക്ടർ എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ വിജയൻ സാറിന് ഒരുപാട് ഒരുപാട് സന്തോഷം. ക്യാമറമാൻ, മേക്കപ്പ്, സജിതേട്ടൻ, രാജീവേട്ടൻ, ഫുൾ പ്രൊഡക്ഷൻ ടീം, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. യെസ് വിനീതേട്ടാ. നമസ്കാരം. ഈ ഫിലിമിൽ ഞാനൊരു വേഷം ചെയ്യുന്നു. എനിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് തോന്നിയത് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. നമ്മൾ ചെറുപ്പം മുതലേ ഈ പേര് കേട്ടാലും നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പടത്തിൽ നമുക്കൊരു വേഷം കിട്ടുന്നു, നമ്മൾ ചെയ്യുന്നു, സന്തോഷം. സ്പെഷ്യൽ താങ്ക്സ് ദിലീപേട്ടൻ. നമ്മുടെ ഓഡിയോ ലോഞ്ച് ചെയ്തു, നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്നു. താങ്ക് യു. യെസ് ഷൈനി മാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറോടാണ്. ഇത്രയും എല്ലാവരും ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന അതേ എപ്പോൾ നോക്കിയാലും സാറിൻ്റെ മനസ്സിൽ ഓർക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു റെസ്പെക്റ്റാണ് വരുന്നത്. ആ സാറിൻ്റെ കീഴിൽ എനിക്ക് ഈ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ.
എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിൽ എല്ലാത്തിനേക്കാളും ഉപരി എൻ്റെ നാട്ടുകാരൻ കൂടിയായ സന്തോഷ് കീഴാറ്റൂര്, സന്തോഷ് ഏട്ടൻ്റെ കൂടെ അഭിനയിക്കാനും കൂടെ പറ്റി പേരായിട്ട് കൂടുതൽ പറയുന്നില്ല. താങ്ക് യു. നമ്മുടെ ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ ഷൂട്ട് കൂടുതൽ നൈറ്റായിരുന്നു, ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു, പ്രത്യേകിച്ച് എനിക്കും സന്തോഷേട്ടനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നൈറ്റല്ല 9 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ ഫുൾ എനർജി ആയിട്ട് വിജയൻ സാറ് എല്ലാ ദിവസവും 6 മണി വരെ ഷൂട്ട് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനാണ്. എന്തായാലും ഈ സിനിമയും പല ട്രാക്കുകളിലൂടെ പല ലെയറിലൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഈ സിനിമയിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ബ്രില്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഗംഭീര സിനിമയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഞാൻ വേറൊരു പാട്ട് അഭിനയിച്ചിട്ടുണ്ട്, കളരി ഭഗവതിയും. അതില് വിഷ്ണു കൃഷ്ണൻ സാറുണ്ടായിരുന്നു. ഞാൻ അവരോട് ബാല്യകാല ചെയ്തത്. അപ്പോൾ ഈ പാടത്തിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് മോനെ. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഈസ്റ്റ് കോസ്റ്റ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വിജയേട്ടൻ നടത്തുന്ന എല്ലാ പരിപാടിക്കും സ്ഥിരം ആങ്കറായിരുന്നു ഞാൻ. അതുകൂടാതെ ഇപ്പോൾ കരുവാരക്കുണ്ട് സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഗുരു തന്നെയാണ്. നിങ്ങളെ പറയുന്ന പോലെ തമാശക്കാരനൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതിഭീകരനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിഗംഭീര ആഘോഷത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങൾക്കൊക്കെ വിജയേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഇരുന്നായാലും നമ്മളവിടെ എത്തിയിരിക്കും. അത്രയ്ക്കും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ ആൾരൂപം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലേ വിജയേട്ടാ? പ്രണയത്തിന്റെ ആൾരൂപം. ഇങ്ങനെയൊക്കെ മനുഷ്യന് പ്രണയിക്കാനും പ്രണയത്തെ കുറിച്ച് പറയാനും പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സിനിമയിൽ പാട്ടുകൾ കണ്ടപ്പോൾ ധ്യാനിനെ വേറൊരു രീതിയിലാണ് ഞാൻ കണ്ടത്. പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇത്രയും സോഫ്റ്റ് കാമുകൻ അല്ലേ? എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണോന്ന്. സാധാരണഗതിയിൽ അലമ്പായിട്ടൊക്കെയാണ് കാണാറ്. പക്ഷെ ഇന്ന് ഈ സിനിമയിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ, ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റിയത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് ദിലീപ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം. ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറും, ഉറപ്പാണ്. എല്ലാ ആശംസകളും സ്നേഹവും. എല്ലാവർക്കും നമസ്കാരം. വരാൻ സാധിച്ചത് വളരെ സന്തോഷം. ധ്യാനിനെ കണ്ടിട്ട് ഈ പടം എന്തായാലും സക്സസ് ആണ്. എൻ്റെ കരുന്നൊക്കെ ഭരിക്കും, ഉറപ്പ്. പിന്നെ ഒരു കാര്യം, വിജയേട്ടൻ, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ച പടത്തിലല്ല, ഞാൻ അഭിനയിക്കാത്തൊരു പടത്തിലാണ് കൂടുതൽ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഓടി വരുന്നത്. ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ ആ പടം നന്നായി ഓടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ അഭിനയിച്ചു എന്ന് വരുന്ന ഒരു തന്നെയല്ല. ഇവിടെ വരാൻ കാരണം എനിക്ക് സത്യം പറഞ്ഞ രഞ്ജിനിയാണ്. എന്നോട് പെട്ടെന്ന് വിളിച്ചു. പക്ഷേ വിജയേട്ടൻ ഞാൻ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ എണ്ണക്കറുപ്പിന് ഏഴെഴുകുന്നുള്ള പാട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. കാരണം ഞാൻ പണ്ട് ഇത്തിരി വെളുത്തുപോയി, പണ്ട് കുറച്ചുകൂടി കറുപ്പായിരുന്നു. അപ്പോൾ ആ പാട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളതാണ്, എണ്ണക്കറുപ്പിന് ഏഴെഴുക്. അതുപോലെ വിജയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല നല്ല പ്രണയിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ള എല്ലാവർക്കും ആ പാട്ടുകൾ എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ ഇത്രയും ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന എൻ്റെ ധ്യാനം, വിഷ്ണു, മാനസ, നമ്മുടെ കുറേ പേരുണ്ട്, സുധി, അങ്ങനെ കുറേ പേര്, ഞാൻ അഭിനയിക്കാത്ത ഒത്തിരി പേരൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ കൂടാതെ ദിലീപേട്ട കൂടെ ഈ സമയത്ത് എനിക്ക് കാണാൻ കുറേ നാളെ ഞാൻ ഒത്തിരി പടം ചെയ്തിട്ട് ഇപ്പം ഞാൻ പോയി പറഞ്ഞേ ഉള്ളൂ, മറക്കല്ലേ കേട്ടോ, വല്ലപ്പോഴും വിളിച്ച് ഒരു സീനേ ഉള്ളൂ, വന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് എനിക്ക് ഓരോ അഭിനയിക്കാൻ ഓരോ പടത്തിലും ചെയ്ത പടം, ചെസ്സായാലും എന്താണെങ്കിലും ഒരു സീനിൽ എന്നെ വിളിച്ച് അഭിനയിക്കാനുള്ള ചാൻസ് തന്നിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത അയൽക്കും കൂടിയാണ് ഇപ്പോൾ ദിലീപേട്ടൻ. എന്നാൽ ഈ സമയത്ത് ഇവിടെ വരാനും ഈ പടത്തിന് ഒരു ആശംസ നൽകാൻ എനിക്കൊരു അവസരം തന്നതിൽ സന്തോഷം. വീണ്ടും ഇതിൻ്റെ ഒരു 100ാം ദിവസം ആഘോഷിക്കുമ്പോൾ വിജയേട്ടൻ എന്നെ വിളിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ ഈ പടം 100 ദിവസം ഓടേണ്ടിയിരുന്നു. നല്ല രീതിയിൽ തന്നെ ഈ പടം മുന്നോട്ട് വരുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പാട്ട് നന്നായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റേജിൽ പാടിയ പാട്ട് അടിപൊളിയായിരുന്നു. അത് കേൾക്കാനുള്ളൊരു ഒരു സന്ദർഭം എനിക്ക് കിട്ടിയ വളരെ സന്തോഷം. വിളിച്ചതിന് രഞ്ജിയോട് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള
ഒരു നിമിഷങ്ങളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം ഞാൻ ഇങ്ങനെ അധികം ഇത്തരം ഫങ്ഷൻസിന് പോകാറില്ല. എങ്കിലും വിജയേട്ടനായിട്ടുള്ള ഒരു 10-25 വർഷത്തെ ബന്ധമാണ് ഏഷ്യനെറ്റിൽ. കുറേ ആൽബങ്ങൾ. കാരണം വിജയേട്ടൻ്റെ സോങ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രേമലേഖനം ബുക്കിനകത്ത് മടക്കി വെച്ച് കൊടുക്കുന്നതിന് പകരം പുള്ളിയുടെ ഒരു CD കൊടുത്താൽ മതിയായിരുന്നു. പണ്ട് നൊസ്റ്റാൾജിയ, ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ എൻ്റെ കൂട്ടുകാർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ സംഗീതത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന, വളരെ ആസ്വദിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഇങ്ങനത്തെ ഒരു ഷോയിലേക്ക് വിളിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള, നല്ല പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കുറേയേറെ ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കുറേ ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടും അത് വർക്കൗട്ട് ആയിട്ടുള്ളതായിട്ടും തോന്നുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു വിഭവമായിരിക്കും വിജയേട്ടൻ വിളമ്പാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, ഇതിൻ്റെ സ്ട്രെയിൻ എടുത്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും, സംഗീതജ്ഞൻ ചെയ്ത വെച്ച് നമ്മുടെ ശാസ്ത്രീയ സ്റ്റുഡൻ്റ് ആയിരുന്നു പാട്ടിൽ, അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും, പിന്നെ വിഷ്ണു, അതുപോലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഞാൻ, ദിലീപ് ഏട്ടൻ്റെ ഒരു പ്രസൻസ് കൂടെ ആയപ്പോൾ വളരെ മഹനീയമായി ഈ വേദി എന്ന് വേണം പറയാൻ. ഏതായാലും എല്ലാവർക്കും വിട്ടുപോയിട്ടുണ്ട്. അഖിലേ എന്നെ വിട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും, എല്ലാവരും വളരെ നന്നായിട്ട് വരട്ടെ. ഇതൊരു വൻ ഹിറ്റായി മാറട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വിജയ്. താങ്ക് യു സോ മച്ച് സർ. സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട് വന്നതിനും നിങ്ങൾക്ക് എന്തും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. സാറിനെ കുറിച്ച് പറയുന്ന കാര്യമില്ലേ, സാറിന് എല്ലാവരും പറഞ്ഞു. അതെല്ലാം ഏറ്റവും കൂടുതൽ ഞാനാണ് സാറായിട്ട് ഇതാകുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ സുഹിത്തിനോട് നമസ്കാരം. ഒരു ദിവസം സജിത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് സാറിനെ ഒന്ന് കാണണം, സാറിൻ്റെ പുതിയ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംസാരിക്കാനെന്ന് പറഞ്ഞു. എനിക്കത് വളരെ, ഞാൻ ഇന്നേവരെ പരിചയപ്പെട്ടില്ലായിരുന്നു സാറിന് ഇത്രയും നാളായിട്ടും. അപ്പോൾ എനിക്ക് വളരെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നിയത്. കാരണം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ വോക്ക്മാനിലൊക്കെ സാറിൻ്റെ സോങ്സ് എപ്പോഴും പ്ലേ ചെയ്ത്, അതിന് മുമ്പ് തന്നെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സ്റ്റേജ് ഷോസ് ആയിരുന്നു സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വീഡിയോ കാസറ്റ് ആയിട്ടും ഒക്കെ ഇട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതി. അവിടെ ചെന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് ആദ്യമേ സജിത്തുമായിട്ട് പോയി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഒരു കുഴപ്പമില്ല, ഒരു കാര്യമില്ല, നമുക്ക് ചെയ്യാം, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ സ്വതസിദ്ധമായ ശൈലി സാർ പറഞ്ഞത്, അങ്ങനെ ഔദാര്യമൊന്നും ചെയ്യണ്ട, ആ പടം കണ്ടിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണെന്ന് പറഞ്ഞു. അത് സാറ് എന്നെ പടം കാണിച്ചു. പടം ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു, അപ്പം തീർച്ചയായും ഞാൻ ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സന്തോഷം മാത്രമേ ഉള്ളൂ സാറെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സാറിന് ഏൽപ്പിച്ചു. സാറ് ഈ പടം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഏൽപ്പിച്ചപ്പോൾ വളരെ ഭാരിച്ച ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം സാറ് പറഞ്ഞു, മാർച്ച് 20 തന്നെ ചിത്രം തിയേറ്ററിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അറിയാം, വളരെയധികം വലിയ പടങ്ങളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചിത്രത്തെയും നമ്മൾ തിയേറ്ററിൽ എത്തിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം, പ്രത്യേകിച്ച് മീഡിയ സുഹൃത്തുക്കളുടെയും ഒക്കെ സപ്പോർട്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഈ ചെറിയ ചിത്രത്തെ വലിയ പടങ്ങൾക്കിടയിൽ മുക്കിക്കളയരുത്, എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ ചിത്രം കാണണം. അതേപോലെ അന്ന് സാധാരണഗതിയിൽ ഒരു പ്രൊഡ്യൂസർ പോലും ഇത്ര ഇൻവോൾവ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം എല്ലാ ദിവസവും സാറുമായിട്ട് ഒന്നീ സാറ് കാണണമെന്ന് പറയും, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മെസ്സേജ് അയക്കും. സാറിന് ഏതൊക്കെ തിയേറ്റേഴ്സ്, കേരളത്തിൽ ഏതൊക്കെ തിയേറ്റർ വേണം, ഏത് സ്ക്രീൻ വേണമെന്ന് തുടങ്ങി, ആ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഏത് മെട്രോ പില്ലറിൽ സാറിൻ്റെ പടത്തിൻ്റെ ഡിസൈൻ വരണമെന്നുള്ള പില്ലർ നമ്പർ വരെ സാറിന് അറിയാം. അപ്പം അത്രമാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസറായിട്ട് ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ടീമിന് ഞാൻ നേരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, മാർച്ച് 20-നാണ് നമ്മൾ തിയേറ്ററിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇത് മറ്റു ചിത്രങ്ങളോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ എത്തി കണ്ട് ഒരു വിജയമാക്കി തരാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന പേര് മലയാള സിനിമയിൽ ഒരു ഗാനരംഗത്ത് സിനിമാ പാട്ടുകൾക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്ന കാലത്ത് ഒരു സമാന്തരമായിട്ടുള്ള ഒരു ഗാന ശാഖ വെട്ടിപ്പെടുത്ത ആള് തന്നെയാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. ആ ബ്രാൻഡിന് വലിയ വാല്യൂ ഉണ്ട്. അതിപ്പോൾ പലരും പറഞ്ഞു, എല്ലാ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. അപ്പോൾ പാട്ട് ഇവിടെ ഇന്ന് ആ പാട്ടുകൾ, ആ അദ്ദേഹത്തിന്റെ ഏറ്റവും യൗവനകാലത്ത് ചെയ്തിരുന്ന പാട്ടുകൾ പോലെ തന്നെ ഇന്ന് കണ്ട പാട്ടുകളും വളരെ മനോഹരമായിരിക്കുന്നു. ഈ പാട്ടുകൾ കാണാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്നത്. ഇനി തിയേറ്ററിൽ കാണണം, നമ്മളെല്ലാവരും കാണണം. ഈ സിനിമ വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമസ്കാരം. വിജയേട്ടൻ്റെ ഭീഷ്മ എന്ന സിനിമയ്ക്ക്
എല്ലാവിധ ആശംസകളും നേരുന്നു. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിജയേട്ടനായിട്ട് എനിക്ക് നേരത്തെ എൻ്റെ ഒരു സിനിമയുടെ സോങ് ചേട്ടനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പ്രേയേഴ്സ് എന്ന് പറഞ്ഞ് ജയസൂര്യ അഭിനയിച്ച ആ മൂവിയുടെ സോങ് വിജയേട്ടനായിട്ട് ചെയ്തു. അന്ന് മുതൽ വിജയേട്ടനായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇന്ന് ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. സിനിമ ഒരു വലിയ വിജയമായി തീരെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പേര് തെറ്റിപ്പോയതുകൊണ്ട് കേവലം ഡേറ്റായി പോയതാണ്. ഷിബു ഗംഗാധരനാണ്. ഞാൻ വിജയൻ സാറ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. അത് ചെയ്തിട്ട് ഏകദേശം 23 വർഷങ്ങളായി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഒരു 3-4 ദിവസം മുമ്പ് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഭീഷ്മർ സിനിമയുടെ ഓഡിയോ ലോഞ്ചാണ്, ഷിബു വരണം, പങ്കെടുക്കണമെന്ന്. എനിക്കത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. കാരണം 23 വർഷത്തിന് ശേഷവും അദ്ദേഹം എന്നെ ഓർമ്മിച്ചിരുന്നു, എന്നെ വിളിച്ചു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ്. അദ്ദേഹം അത്രയ്ക്കും ഒരു ഇടയ്ക്കൊന്നും ഞങ്ങൾ ഒരു ബന്ധമോ അല്ലെങ്കിൽ ഒരു സൗഹൃദമോ ഒന്നും ചെയ്യാറില്ല, മെസ്സേജുകൾ അയക്കാറില്ല. പക്ഷെ അത് എന്നെ ഈ വേദിയിൽ വിളിച്ചതിൽ വളരെ സന്തോഷം. ഭീഷ്മർ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും.